ഹലോ ഗൈസ്, എൻ്റെ അടുത്ത് ഈ ഇരിക്കുന്ന മുട്ട ഓംപ്ലേറ്റ് ചെയ്യാനോ ബുൾസ് ചെയ്യാനോ ഒന്നുമില്ല കേട്ടോ. എൻ്റെ ഇക്കാക്ക് രാത്രി ഒരു പൂതി വെള്ളയപ്പവും മുട്ടക്കറിയും മതി, എനിക്ക് ചോറ് വേണ്ടാന്ന്. അതെപ്പോഴും ചോറ് നിർബന്ധമുള്ള ആളാട്ടോ. ഇന്നെന്തോ ഒരു ആൾക്കൊരു പൂതി തോന്നിയിട്ട് വെള്ളയപ്പം മതി എനിക്ക് രാവിലത്തെ, അതും മുട്ടക്കറി മതി, എനിക്ക് മീൻകറി വേണ്ടാന്ന്. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലുമൊക്കെ തിന്നട്ടെ എന്ന് ഓർത്ത് ഞാൻ എന്തായാലും പറഞ്ഞു, ഞാൻ മുട്ട പുഴുങ്ങൂല, മുട്ട പൊട്ടിച്ച് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കിടന്ന് എന്നെ എണീപ്പിച്ച് വന്ന് വടക്കളയിൽ എനിക്ക് കൂട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും വീഡിയോ എടുത്തു തന്നെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. പാവമാണേ, പാവമല്ലേന്ന് ഓർത്ത് ഞാൻ മുട്ടക്കറി കൂട്ടി കൊടുക്കാമെന്ന് ഓർത്ത്, എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ എന്ന് ഓർത്തു. സാധാരണ സവാളയും തക്കാളിയും ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ടാട്ടോ ഞാൻ വെറുതെ ഒരു സിമ്പിളായിട്ടാട്ടോ, ഡ്യൂപ്ലിക്കേറ്റാണ് ശരിക്കും. ഞാൻ ഇങ്ങനെയല്ല ഇഞ്ചി തക്കാളി അല്ല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇടുവേ, നിന്നിട്ടില്ല. കാരണം സിമ്പിളായിട്ട് ഒരു മുട്ടയല്ലേ ഉള്ളൂ, സൽക്കാരം രാത്രി എളുപ്പപ്പണി എങ്ങനെയെങ്കിലും ഉണ്ടാക്കാമെന്ന് ഓർത്തൊരു മുട്ടയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ടോ. സാധാരണ ഇങ്ങനെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാട്ടോ മുട്ടക്കറി ഉണ്ടാക്കുമ്പോഴും. പുഴുങ്ങിയ മുട്ടൻ്റെ കൂടി ഇങ്ങനെ ഒരു മുട്ട പൊട്ടിച്ച് വെച്ചാൽ നല്ല കുറുക്കും ഉണ്ടാവും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറി. ഇങ്ങനെ തന്നാൽ നമുക്ക് ചോറിനും കൂട്ടാട്ടോ. അങ്ങനെ ആ മുട്ടക്കറിയൊക്കെ റെഡിയായി. ഞാൻ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്തതെന്ന് ഓർത്തു, എനിക്കത് മുട്ടക്കറി കണ്ടപ്പോൾ എനിക്കും തിന്നാൻ തോന്നിട്ടോ. അങ്ങനെ മുട്ടക്കറി മുഴുവൻ ഞാൻ എടുത്തിട്ടോ. ഇനി ബാക്കി വെച്ച കളയേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു പീസ് എടുത്ത് ഞാൻ ആദ്യം കഴിക്കാൻ ഓർത്തു. ഞാനിങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും വറ്റിച്ച് ഉണ്ടാക്കുന്നത്. ഇച്ചിരി ചാറോട് ഉണ്ടാക്കിയാൽ ചാറോട് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. പിന്നെ എന്താ പറയുക, അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയാമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.